ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുഖമുദ്ര. നെതന്യാഹുവിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഹമാസിൻ്റെ അപ്രതീക്ഷിത ആക്രമണവും തുടർന്ന് ഇസ്രായേലുകാരെ ബന്ദികയാക്കിയ സംഭവവും. ദുരഭിമാനത്തിന് ക്ഷതമേറ്റ നെതന്യാഹു ഗസയ്ക്ക് മേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഹമാസിനെ തകർക്കാനെന്ന മട്ടിൽ ഗാസയിലെ ജനങ്ങളുടെ ജീവനും ജീവിതവും തകർത്തു. ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായാലും റഫേലെ ആക്രമണം തുടരുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇപ്പോഴിതാ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചന എത്തുന്നു. നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഈ ആഴ്ച ആദ്യം തന്നെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തുമെന്നും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുമെന്നുമാണ് റിപ്പോർട്ട്. നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിക്കും പിന്നെ പേരറിയാത്തൊരു മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥനുമാണ് അറസ്റ്റ് വാറണ്ട് നൽകുക. വാറണ്ട് തടയാൻ ഇസ്രായേൽ നയതന്ത്ര മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അറസ്റ്റ് വാറണ്ട് നേരിടുന്ന മുതിർന്ന പട്ടാളക്കാരൻ ആർമി ചീഫ് ഹെർസൽ ഹാലവി ആണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ICC പ്രതികരിച്ചിട്ടില്ല. പലസ്തീനിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഒരു സ്വതന്ത്ര അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഈ അവസരത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാവില്ലെന്നും ICC പറഞ്ഞു. 2021 ICCയുടെ അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ ICC ഇസ്രായേൽ പട്ടാളത്തിൻ്റെയും ഹമാസിൻ്റെയും പ്രവൃത്തികളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ICC നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തെ വിചാരണയ്ക്കായി ഹ്യൂഗിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ലോകത്തെ 124 രാജ്യങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അംഗീകരിക്കുന്നത്. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ICCയെ അനുകൂലിക്കുന്നില്ല. ICC അംഗീകരിക്കുന്ന 124 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നെതന്യാഹു സന്ദർശനം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിലവിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യ കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ വിചാരണ നേരിടുന്നുണ്ട്. നെതന്യാഹുവിൻ്റെയും സഹ ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് വാറണ്ടിനെതിരെ US അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മുന്നറിയിപ്പ് നൽകാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട്. അറസ്റ്റ് വാറണ്ട് തടയാൻ സഹായിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് നെതന്യാഹു ആവശ്യപ്പെട്ടതായും ICCയുടെ തീരുമാനം തടയാൻ നിയമനിർമ്മാണം നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഡച്ച് നഗരമായ ഹ്യൂഗിലാണ് ICCയും ICJയും പ്രവർത്തിക്കുന്നത്. വംശഹത്യ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, യുദ്ധക്കുറ്റങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ICC പ്രവർത്തിക്കുന്നത്. എന്നാൽ ICJ പ്രവർത്തിക്കുന്നത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനാണ്.